ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിനിമയുടെ പ്രൊമോഷൻ വീഡിയോയിൽ സ്വയം ട്രോളിക്കൊണ്ട് നിവിൻ പോളി തന്നെ പറയുന്നുണ്ട് ഈ സിനിമയെങ്കിലും ഹിറ്റാകണമെന്ന്. അതെ, ഒരു സമയത്ത് ഹിറ്റുകൾ മാത്രം സമ്മാനിച്ചുകൊണ്ടിരുന്ന ഒരു യുവ നടനായിരുന്നു നിവിൻ പോളി. അതും തുടക്കകാലം മുതൽ നിവിൻ്റെ ഹിറ്റുകൾക്കായി പ്രേക്ഷകർ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. നിവിനെ സിനിമയിൽ കൊണ്ടുവന്ന വിനീത് ശ്രീനിവാസൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, നമ്മുടെ നിവിൻ പോളിയല്ലേ, അവൻ തിരിച്ചു വരും. അതെ, നിവിൻ തിരിച്ചു വന്നിരിക്കുന്നു. വിനീത് ശ്രീനിവാസൻ വാക്കും പാലിച്ചു സിനിമയിൽ കൊണ്ടുവന്ന ആൾ തന്നെ നിവിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. ഇൻ്റർവ്യൂവിന് ശേഷം നിവിൻ പോളി ആറാടുകയായിരുന്നു എന്ന ഒറ്റ വാചകമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കണ്ടിറങ്ങിയ എല്ലാ പ്രേക്ഷകർക്കും പറയാനുള്ളത്. ഹിറ്റടിച്ച സിനിമയിൽ പ്രധാന വേഷങ്ങൾ ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാൽ ആണെങ്കിലും കയ്യടിയും ജനങ്ങൾ ഏറ്റെടുത്തതും അഭിപ്രായങ്ങളും നിവിൻ പോളിക്ക് തന്നെയായിരുന്നു. ഗസ്റ്റ് റോളിൽ വന്നു സിനിമയും തൂക്കി തിയേറ്ററുകളും ജനങ്ങളെയും. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എല്ലായിടത്തും ഒരുപോലെ പറയുന്നു വാചകങ്ങൾ. നിവിൻ പോളി ഈസ് ബാക്ക്, നിവിൻ്റെ തിരിച്ചുവരവ്, നിവിനെ വിനീത് തിരിച്ചു കൊണ്ടുവന്നു. ഈ നിവിനെയാണ് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. തിയേറ്റർ നിവിൻ തൂക്കി, പുതിയ ലേബലും കിട്ടി, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്നും ചാനലുകൾ നിവിൻ്റെ മാത്രം റിപ്പോർട്ടുകൾ. എന്നാൽ ഇവിടം കൊണ്ട് തീരുന്നില്ല. നിവിൻ്റെ വരവ് ഇതൊരു തുടക്കം മാത്രമായിരുന്നു. കാണാൻ കിടക്കുന്നത് വരുന്നതേ ഉള്ളൂ. മലയാളി ഫ്രം ഇന്ത്യ എന്ന നിവിൻ്റെ പുതിയ സിനിമയുടെ ടീസറുകളും ട്രെയിലറുകളും പാട്ടുകളും പ്രൊമോഷൻ വീഡിയോകളും ഇതിനോടകം തന്നെ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ സിനിമയുടെ കാര്യം പറയണ്ടല്ലോ.